രണ്ടാം തലമുറയിലെ ആൾക്കാരുടെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ആകുന്ന ജോലിയിലുപരിയായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കിവിടെ പറയണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. പഴയ അജുവിൻ്റെ കുടുംബത്തിൻ്റെ അജുവിൻ്റെയൊക്കെ താല്പര്യത്തിൽ നമ്മുടെ രണ്ടാം തലമുറയിലെ കുട്ടികൾ അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ അപൂർവം തന്നെയാണ്. അത് പ്രത്യേകം ശ്ലാഘനീയമാണ്. ഇവരുടെ കുടുംബസ്വത്ത് 2 ഏക്കറിൽ വരുന്ന സ്ഥലം നാട്ടില് ഭവനരഹിതരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും ആ ദാനം ചെയ്തതിന് ഉപരിയായി ആ സ്ഥലത്ത് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതിനും കൂടെ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത കഥകൾ ഒരു 2 വർഷം മുമ്പ് ഇവിടെ പബ്ലിഷ് ചെയ്യും. അത് നിങ്ങളെല്ലാവരും അത് വായിച്ചിട്ടുള്ളതുമാണ്. അതുപോലെ തന്നെ അജുവിൻ്റെ സഹോദരൻ താമസിക്കുന്ന ഗമൈന്ത്യയിൽ നിന്നും 40,000 ഫ്രാങ്കിലധികം ധനസഹായം ബോംബെയിൽ, കൃത്യമായി ഞാൻ മറന്നുപോയി, ബോംബെയിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കൊടുക്കുവാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെയും പരിചയപ്പെടുത്തുന്നതിന് കൂടുതലായിട്ടുണ്ട്. അജുവിൻ്റെ ഭാര്യ ലേഖയ്ക്ക് നമ്മുടെ ബി ഫ്രണ്ട്സ് ഏർപ്പെടുത്തിയിരുന്ന നേഴ്സിംഗ് അവാർഡ് 2 വർഷം മുമ്പ് സംഘടനയുടെ ഓണാഘോഷവേദിയിൽ വെച്ച് സമ്മാനിക്കാൻ സാധിച്ചു എന്നുള്ളതും നമ്മൾ ഈ അവസരത്തിൽ ചാരിതാർത്ഥ്യത്തോടുകൂടി ഓർക്കുകയാണ്. ഈ തിരക്കിനിടയിലും ഈ ഒരു ചെറിയൊരു കൂട്ടായ്മയിൽ ഈ ഹെൽത്ത് ക്ലബിൻ്റെ ഇനാഗുറേഷന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ അജു പഴയങ്കോട്ടിലിനെ ഈ ചെറിയ സംഗമത്തിലേക്ക് ഹാർദവുമായി സംഘടനയുടെ പേരിൽ സ്വാഗതം ചെയ്യും. സംഘടനാ ഭാരവാഹികൾക്ക് സാധാരണ ഇങ്ങനെയുള്ള യോഗങ്ങളിൽ സ്വാഗതം ആശംസിക്കുന്നില്ലെങ്കിൽ പോലും അത് ഒരു അപരിചിതമാണെങ്കിൽ പോലും നമ്മുടെ സെക്രട്ടറിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹെൽത്ത് ക്ലബ്ബ് എന്നുള്ളതിൻ്റെ ഒരു ആശയം രൂപപ്പെട്ടത് സെക്രട്ടറിയുടെ സാധാരണ ഇങ്ങനത്തെ ഇനാഗുറേഷനൊക്കെ ക്ഷണിക്കുന്നതൊക്കെ അച്ഛന്മാരുടെയാണ്. അടുത്ത അച്ഛനുണ്ട്, തോമസ് അച്ഛനുണ്ട്. ഇന്നൊരു ഡോക്ടറിനെ ക്ഷണിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു ടോമി അങ്കിൾ. താങ്ക് യു ടു ഓൾ ദ മെമ്പേഴ്സ്. താങ്ക് യു. പക്ഷെ എന്നാലും എൻ്റെ പ്രാർത്ഥനയുണ്ട്, എൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. ഐ മീൻ അച്ഛന്മാരുടെ പോലെ തന്നെ എൻ്റെ പ്രാർത്ഥന ഉണ്ടാക്കി കൊടുത്തു. ഇത് നന്നായി വരട്ടെ എന്നുള്ളത്. പിന്നെ ഇങ്ങനെ എല്ലാവരും ഈ ഹെൽത്ത് ക്ലബ്ബൊക്കെ തുടങ്ങി നല്ല ഫിറ്റായിട്ടും ജിമ്മിലൊക്കെ പോയി ഈ സ്റ്റെപ്സ് ഒക്കെ ചെയ്ത് അവസാനം ചിലപ്പം ഞങ്ങളുടെ പേഷ്യൻസ് ഒക്കെ കുറഞ്ഞു വരുമായിരിക്കും ഹോസ്പിറ്റലിൽ. ഞങ്ങൾക്ക് ജോലിയില്ലാതെ ആകുമായിരിക്കും. എന്നാലും സാരമില്ല, സന്തോഷമുണ്ട്. ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ എൻ്റെ വൈഫിലേക്കും പിള്ളേരൊക്കെ ആയിട്ട് വീട്ടിലിരിക്കാൻ പറ്റുമായിരിക്കും ഈ പേഷ്യൻസ് കുറഞ്ഞു വരുവാണെങ്കിൽ. വളരെ സന്തോഷം. പിന്നെ പറയാനുള്ളത് ഒരു ഹ്യൂജ് കൺഗ്രാറ്റുലേഷൻസ് ഈ സ്റ്റെപ്പ് കോമ്പറ്റീഷനിൽ കൂടിയ ആൾക്കാർക്ക് എല്ലാവർക്കും. സോ ഇറ്റ്സ് എ ഹ്യൂജ് അച്ചീവ്മെൻറ്റ്. ഐ മീൻ 18 days കണ്ടിന്യൂസ് ആയിട്ട് 10,000 സ്റ്റെപ്സ് ചെയ്യാൻ പറ്റിയത്. ഐ മീൻ ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് ഡിസിപ്ലിൻ, ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് മോട്ടിവേഷൻ. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. ഇത് കൂടിയ ഇത് 18 ദിവസം ശരിക്കും പറ്റാത്ത ആൾക്കാർക്ക് പോലും, ഈ തുടങ്ങിയ ആൾക്കാർക്ക് പോലും കൺഗ്രാറ്റുലേഷൻസ്, ബിക്കോസ് ദിസ് ഈസ് very, very huge achievement. Now, വളരെ ചുരുക്കമായിട്ട് കുറച്ച് ഒരു ടോക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പറയാനുള്ളത് തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുള്ള ഒരു ബാഡ് ന്യൂസ് ആണ്. അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ഇന്ത്യക്കാർക്ക്, ഐ മീൻ ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരിനെ വെച്ച് നോക്കിയാൽ, അമേരിക്കൻസ്, യൂറോപ്യൻസ്, ചൈനീസ് പീപ്പിൾ, ഓസ്ട്രേലിയൻ, ന്യൂസിലാൻഡ് എല്ലാവരിനെ വെച്ച് നോക്കിയാൽ സൗത്ത് ഏഷ്യൻ പീപ്പിൾ are the highest risk for cardiovascular disease and stroke. So നമുക്ക് ഇന്ത്യക്കാർക്കും ശ്രീലങ്കക്കാർക്കും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നമ്മൾക്ക് എല്ലാവർക്കുമാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത്. അത് ഒത്തിരി പേർക്ക് അറിയില്ല. അതിപ്പോൾ ഞങ്ങൾ ഇച്ചിരി മുമ്പ് ഞാൻ ഡിസ്കസ് ചെയ്തത് ഇവിടുത്തെ ഒത്തിരി ഡോക്ടേഴ്സിനും അത് അറിയില്ല അങ്ങനത്തെ ഒരു റിസ്ക് ഉണ്ടെന്ന്. സോ വി ആർ അറ്റ് എ ഹയസ്റ്റ് റിസ്ക്
സോ അതുകൊണ്ട് ഈ ജനറ്റിക് ആയിട്ട് നമുക്ക് ഹൈ റിസ്ക് ഉണ്ട്. ഈ കൊളസ്ട്രോൾ ലെവലും ഹൈപ്പർ ടെൻഷനും ഒക്കെ നോക്കാതെ നമുക്ക് ജനറ്റിക് ആയിട്ട് തന്നെ വളരെ ഹൈ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി പേഷ്യൻസും ഉണ്ട്, തമിഴ്നാട്ടിലും ശ്രീലങ്കക്കാരും നമ്മുടെ കേരളക്കാരും വേറെ ഇന്ത്യക്കാരും ഒത്തിരി പേഷ്യൻസും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ടേക്ക് കെയർ ഓഫ് അവർ ഹെൽത്ത്. പിന്നെ അവിടെ 3 കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, വൺ പോയിന്റ് ഇസ് ലൈഫ് ഇസ് റിയലി ഷോർട്ട്. സോ ടേക്ക് കെയർ ഓഫ് എവറി മൊമെന്റ് ദാറ്റ് യു ഹാവ്. ടേക്ക് കെയർ, treasure every moment that you have, enjoy every moment and do the best that you can. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബൈ ചാൻസ് എനിക്കൊരു പേഷ്യൻസ് ഉണ്ടായിരുന്നു. അവിടെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യാൻ കൊടുത്ത് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. പുള്ളി ഒരു CEO ആണ്, വലിയൊരു കമ്പനിയുടെ ഒരു CEO ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കമ്പനിയാണ്, എനിക്ക് പേര് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു വലിയൊരു CEO ആണ്. പുള്ളി എന്നോട് പറഞ്ഞ് പുള്ളി വലിയൊരു മാസീവ് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പേഷ്യൻ്റായിട്ട് വന്നത്. പുള്ളി എന്നോട് പറഞ്ഞ്, ഡോക്ടർ, ഐ ഹാവ് സ്പെൻഡ് മൈ ഹോൾ ലൈഫ് ടു ബിൽഡ് മൈ കരിയർ, ടു ബിൽഡ് മൈ ബിസിനസ്, ബട്ട് ഐ ഡിഡ്ന്റ് ടേക്ക് കെയർ ഓഫ് മൈ ഹെൽത്ത് ആൻഡ് ഡിഡ്ന്റ് ടേക്ക് കെയർ ഓഫ് മൈ ഫാമിലി. അതിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞത്. അതുപോലെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. സോ ഈ ഹെൽത്ത് പോകുമ്പോഴാണ് മനുഷ്യർ ചിന്തിക്കുന്നത് നമ്മൾ ഹെൽത്തിൻ്റെ വാല്യൂ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. We realize the value of health only when we have already lost the health. അതാണ് ഞാൻ പറയുന്നത്. ഹെൽത്ത് ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ട്രഷേഴ്സ് വി ഹാവ്. സെക്കൻഡ് പോയിന്റ് ആണ് ഞാൻ പറയുന്നത്, ഹെൽത്ത് ഈസ് ദി ഗ്രേറ്റസ്റ്റ് വെൽത്ത് വി ഹാവ്. അത് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഹെൽത്ത് ഈസ് ദി ഗ്രേറ്റസ്റ്റ് വെൽത്ത് വി ഹാവ്. ഇറ്റ്സ് മോർ വാല്യുബിൾ ദാൻ ഗോൾഡ് ആൻഡ് സിൽവർ ദാറ്റ് വി ഓൺ. ഹെൽത്ത് ഈസ് ദി മോസ്റ്റ് വാല്യുബിൾ വെൽത്ത് വി ഹാവ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, നമ്മുടെ ഹെൽത്തിനെ വളരെയധികം സൂക്ഷിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയാനുള്ളത്, ഡോണ്ട് വെയിറ്റ് അൺടിൽ യു റിട്ടയർമെൻറ്റ്. ഒത്തിരി പേഷ്യൻസ് എന്നോട് പറയാറുണ്ട്, അവർ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഈ പേഷ്യൻ്റ് പോലും, ഈ CEO 63 years ഉള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു. പുള്ളി പറഞ്ഞ അടുത്ത വർഷം പുള്ളി ഫ്രീ പെൻസിലിയറും ചെയ്തിട്ട് പുള്ളി ലോകം വൈഫായിട്ട് ഒരു വേൾഡ് ടൂർ ചെയ്യാനായിട്ടും പിള്ളേരുടെ കാര്യത്തിൽ നോക്കാനൊക്കെ ആയിട്ട് പുള്ളി ഇച്ചിരി സമയമെടുത്ത്. പക്ഷേ ഡോണ്ട് വെയിറ്റ് അൺടിൽ യു റിട്ടയർമെൻറ്റ്. ഒരുപാട് പേഷ്യൻസ് എന്നോട് പറയാറുണ്ട്, വെയിറ്റ് അൺടിൽ റിട്ടയർമെൻറ്റ്. അന്നേരം ഇച്ചിരി സമയമുണ്ട്, അന്നേരം ഞാൻ എൻ്റെ പിള്ളേരുടെ കാര്യം എൻ്റെ വൈഫിൻ്റെ കാര്യമൊക്കെ നോക്കാൻ പോകുന്നത്. ബട്ട് ഡോണ്ട് വെയിറ്റ് ബിക്കോസ് ഇറ്റ് മൈറ്റ് ബി ടു ലേറ്റ്. ഈ പേഷ്യൻസ് ഹി കനോട്ട് ട്രാവൽ എനിമോർ. സോ ഹി ഈസ് റിയലി അത്ര ഒരു മസീവ് ഹാർട്ട് അറ്റാക്കാണ്. സോ ഹി കനോട്ട് ട്രാവൽ എനിമോർ. സോ ദാറ്റ്സ് വൺ ഓഫ് ദ പോയിന്റ്. ഞാനും എൻ്റെ വൈഫിലേക്ക് വർത്തമാനം പറയുമ്പോൾ ഞങ്ങൾ ഒരു ജർമ്മൻ പഴയ ഒരു സെയ്യുണ്ട്, wenn du gesund bist, hast du 1000 Sorgen. Wenn du krank bist, hast du nur noch eine Sorge. വെച്ചാൽ നമ്മൾ സുഖമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ടെൻഷൻസ് ഉണ്ട്. എൻ്റെ കരിയർ എങ്ങനെയാണ്, ജോലി എങ്ങനെയാണ്, എവിടെയാണ് കൂടുതൽ പൈസ കിട്ടുന്നത്, ഇങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം, നാട്ടിൽ പോകണം ഇങ്ങോട്ട് പോകണം, പിള്ളേരുടെ എഡ്യൂക്കേഷൻ, അത് ഇതെല്ലാം ഒത്തിരി ടെൻഷനുണ്ട്, സോർഗനുണ്ട്. ബട്ട് അസുഖം വന്നാലും നമുക്ക് ആ ഒരു ടെൻഷനുണ്ട്. വലിയൊരു അസുഖം വന്നാൽ നമ്മളെങ്ങനെ ഹെൽത്ത് ബെറ്റർ ആകും, ഏത് ഹോസ്പിറ്റലിൽ പോകണം, ഏത് ഡോക്ടറിനെ കാണണം, സെക്കൻഡ് ഒപ്പീനിയൻ അവിടെ പോകണം ഇവിടെ പോകണം, അങ്ങനെയൊക്കെ അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു ചിന്താഗതി. സോ അന്നേരം നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അതുകൊണ്ട് പ്രിക്കോഷൻസ് ആയിട്ട് പ്രിവെൻറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അതാണ് ഈ ഹെൽത്ത് ക്ലബ്ബ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ 2 പോയിന്റ് കഴിഞ്ഞ്, ലൈഫ് ഈസ് ഷോർട്ട്. സെക്കൻഡ് പോയിന്റ് വാസ് ഹെൽത്ത് ഈസ് അവർ മോസ്റ്റ് വാല്യുബിൾ വെൽത്ത്. Third point is the importance of our community. അതാണ് നമ്മൾ ഇവിടെ കൂടുതൽ റിലേഷൻ, സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ഇറ്റ്സ് മച്ച് ഈസിയർ ടു സ്റ്റേ ഹെൽത്തിയർ വെൻ യു ആർ ടുഗെദർ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത് ഒരു രസമാണ് ഈ വാക്കിങ്ങിന് പോകുന്നത്, ഹൈക്കിങ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. അത് കുറേ ആദ്യം സ്റ്റഡി ചെയ്തിട്ടുണ്ട്, റിസർച്ച് സ്റ്റഡികൾ പറഞ്ഞിട്ടുണ്ട്. ഈയിടെ ഇറങ്ങിയ ഒരു റിസർച്ച് സ്റ്റഡിയാണ് ഡയബറ്റീസ് പേഷ്യൻസിൻ്റെ അടുത്ത് US 10,000 ഡയബറ്റീസ് ഷുഗർ ഉള്ള പേഷ്യൻസിൻ്റെ അടുത്ത് അവർ ചെയ്ത ഒരു സ്റ്റഡിയാണ്. അവർ നോക്കി ഏറ്റവും കൂടുതൽ റിസ്ക് എന്നതാണ്. അവർ കണ്ടുപിടിച്ചത് ഈ ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതൽ റിസ്ക്, ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരാനായിട്ടുള്ള റിസ്ക്.
വെച്ചാൽ നമ്മൾ തന്നെയാണ് നമുക്ക് ആറിനെ ഒരു വിശ്വാസത്തോടെ പറയാനായിട്ട് പറ്റിയല്ലാത്ത ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ലോൺ ആകുന്ന ഒരു ഫീലിംഗ് പറഞ്ഞ ആൾക്കാർക്കാണ് കൂടുതലും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു 40 വർഷം മുമ്പ് നടന്ന ഒരു സ്റ്റഡിയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അത് ഈ കൊളസ്ട്രോളിന്റെ എഫക്റ്റ് അന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഈ കൊളസ്ട്രോൾ ഇപ്പം നമുക്ക് എല്ലാവരും അറിയാം, കൊളസ്ട്രോൾ വളരെ അൺഹെൽത്തിയാണ്, നമ്മൾ ശ്രദ്ധിക്കണം. ബട്ട് ആ സമയത്ത് അറിയില്ലാത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് US നടന്ന ഒരു സ്റ്റഡിയാണ്. നമ്മൾ ഈ മൗസിന്റെ അടുത്താണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് ആദ്യമൊക്കെ. അപ്പോൾ ഈ മൗസിന്റെ അടുത്ത് ഒരു ഗ്രൂപ്പ് മൗസിന്റെ അടുത്ത് അവർ ഹൈ ഫെറ്റ് ഹൈ കൊളസ്ട്രോൾ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക, മറ്റേ ഗ്രൂപ്പ് മൗസിന്റെ അടുത്ത് അവർ ഈ ലോ കൊളസ്ട്രോൾ ഉള്ള ഫുഡ് കൊടുക്കും. അപ്പോൾ ഈ ഹൈ കൊളസ്ട്രോൾ ഉള്ള മൗസിന് ഫുഡ് കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ ബ്ലോക്ക് വരും, ഹാർട്ട് ഡിസീസ് വെസൽസിലൊക്കെ കൂടുതൽ ബ്ലോക്ക് വരും. അപ്പം പെട്ടെന്ന് ഒരു ദിവസം, അത് നോർമലാണ്, അതാണ് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അവർ നോക്കിയപ്പോഴത്തേക്ക് ഈ ബ്ലോക്ക് വരാതെ ഇരുന്നു. ഈ മൗസിനൊക്കെ even they got the high fat diet, they didn't have the block. അതെന്താണ് പെട്ടെന്ന് അവർക്ക് മനസ്സിലാകാതെ ഇരുന്നു. ഈ സ്റ്റഡി ലീഡേഴ്സും പ്രൊഫസറും ഒക്കെ ആലോചിച്ചു അതെന്താ, ഇപ്പം സെയിം ഡയറ്റാണ്, സെയിം ഫുഡാണ് കൊടുക്കുന്നത്, സെയിം മൗസാണ്, പെട്ടെന്ന് പക്ഷെ അവർക്ക് ബ്ലോക്ക് വരാതെ. അന്നേരം അവർ കണ്ടുപിടിച്ചത് അവർക്ക് പുതിയൊരു നേഴ്സുണ്ട്, ഒരു ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ്. ആ നേഴ്സ് എന്താ ചെയ്ത്, പുള്ളി മൗസിനെ ഈ ഫുഡ് ചുമ്മാ ഈ കേജിലേക്ക് നമ്മൾ കൊടുക്കുകയല്ല ചെയ്തത്. പുള്ളി മൗസിനെ കയ്യിലെടുത്ത് തലോടി സ്നേഹത്തോടെ വർത്താനൊക്കെ പറഞ്ഞാണ് പയ്യാണ് ഈ ഫുഡ് കൊടുത്തത്. അപ്പോൾ ഈ സ്നേഹത്തോടെ കൊടുത്തപ്പോഴത്തേക്കും അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു, ഈ ഹൈ ഫാറ്റിൻ്റെ ഫുഡിൻ്റെ എഫക്റ്റ് കുറഞ്ഞു. അപ്പോൾ അതാണ് എന്താണ് പറയാനുള്ളത്, ഈ റിലേഷൻഷിപ്പിൻ്റെ സ്നേഹത്തോടെ നമ്മൾ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമാണെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്നേഴ്സ് ആണെങ്കിലും കൊടുക്കും, ഫുഡ് കൊടുക്കുക സ്നേഹത്തോടെ കൊടുക്കുവാണെങ്കിൽ, ഇച്ചിരി തലവടി സ്നേഹത്തോടെ കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ എഫക്റ്റ് പിന്നെ അതുപോലെ വേറെ 2 സ്റ്റഡിയും കൂടി ഉണ്ട്. ഹാർവർഡിൽ നടന്ന ഒരു സ്റ്റഡിയാണ്, ഒരു പ്രൊഫസർ നടത്തിയതാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, ആ പ്രൊഫസറിനെ കണ്ടിട്ടുണ്ട്, കുറെ നാൾ ഞാൻ ഹാർവർഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊഫസർ ചെയ്ത ഒരു സ്റ്റഡിയാണ്. പുള്ളി ദിസ് ഇസ് ദ ലോങ്സ്റ്റ് സ്റ്റഡി ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. 85 years, more than 700 പീപ്പിളിനെ അവർ ഫോളോ ചെയ്തു. 700 പീപ്പിൾ ചെറുപ്പം മുതൽ അവർ ഫോളോ ചെയ്തു, പ്രായമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഏത് ആൾക്കാർക്കാണെന്ന് നോക്കി. അപ്പോൾ 85 വർഷത്തിനുള്ളിൽ നിന്ന് അവർ നോക്കിയ ഹെൽത്ത് ആണോ വെൽത്ത് ആണോ കൂടുതൽ, ഏറ്റവും കൂടുതൽ പൈസയുള്ള ആളാണോ, ഏറ്റവും കൂടുതൽ പ്രസ്റ്റീജും അതായത് സ്റ്റാറ്റസും ഉള്ള ആളാണോ, ഏറ്റവും വലിയ വീടുള്ള ആളാണോ, അങ്ങനെ എല്ലാം നോക്കിയിട്ട് അവർ കണ്ടുപിടിച്ചത് ഏറ്റവും കൂടുതൽ സോഷ്യൽ റിലേഷൻഷിപ്പ്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ് ഉള്ള ആളാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള പീപ്പിൾ എന്നാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതും വളരെ ഒരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫൈനലി ഒരു സ്റ്റഡി കൂടിയുണ്ട്, റീസെർച്ച് സ്റ്റഡി. ഈ ബ്ലൂ സോൺസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറിയൻ, ഏറ്റവും കൂടുതൽ 100+ ആൾക്കാർ താമസിക്കുന്ന റീജിയൻ ഏതാണ്? അതൊരു 5-6 സ്ഥലങ്ങളുണ്ട് ഈ ലോകത്ത്. ഇറ്റലിയിലുണ്ട്, ജപ്പാനിലുണ്ട്, യുഎസിലുണ്ട്. അവിടെ നോക്കിയപ്പോൾ അവരും കണ്ടുപിടിച്ചത് ഏറ്റവും കൂടുതൽ ഈ ലോങ് ആയിട്ട് ജീവിക്കാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡയറ്റും എക്സർസൈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ്. ഐ മീൻ ഫുഡ് എന്താണ് അവർ കഴിക്കുന്നതാണ്, ബട്ട് വെരി ഇമ്പോർട്ടൻ്റ് വാസ് സോഷ്യൽ റിലേഷൻഷിപ്പ്, മീനിങ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള കണക്ഷൻ. ദാറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈ ആൾക്കാർ ഈ 100 years യൂസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാണ്. അപ്പോൾ 3 points ആണ് ഞാൻ പറഞ്ഞത്. സോ ലൈഫ് ഈസ് ഷോർട്ട്, സോ എൻജോയ് എവറി മൂമെന്റ്, ട്രഷർ എവറി മൂമെന്റ്. സെക്കൻഡ് പോയിന്റ്, ഹെൽത്ത് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെൽത്ത് ഫാക്ടർ, മോസ്റ്റ് വാല്യുബിൾ വെൽത്ത്. ആൻഡ് തേർഡ് പോയിന്റ്, സോഷ്യൽ കണക്ഷൻ. അതാണ്. പിന്നെ 4ാമത്തെ ഒരു പോയിന്റും കൂടി ഉണ്ട്. അതിപ്പോൾ ഞാൻ അച്ഛനല്ലാത്തത് കൊണ്ട് എനിക്ക് ഇനാഗ്രേഷൻ, പക്ഷെ എന്നാലും പ്രാർത്ഥന, ദൈവം എല്ലാം മുകളിലെല്ലാം ദൈവമാണ്. ഞങ്ങളെല്ലാം ഏറ്റവും വലിയ ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും അതിന് മുകളിൽ ദൈവമാണ് തീരുമാനിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ കാര്യവും ഓർഗനും പ്രാർത്ഥനയും വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കണം. വളരെ നല്ല കാര്യം. താങ്ക് യു വൺസ് അഗൈൻ. കൺഗ്രാറ്റുലേഷൻസ് ടു മേങ്കർ ആൻഡ് ഓൾ ദി
members behind that. It's a very good initiative, and I hope you will be very, very successful with this hackathon. Thank you.